നമ്മളെ ബീച്ചിന്റെ തൊട്ടടുത്ത് ഒരു കപ്പൽ അടിഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താന്ന് വെച്ചാൽ ഈ ബീച്ചിന്റെ അടിയിൽ അഥവാ നമ്മളെ കടലിന്റെ അടിയിലുള്ള ഒരുവിധ എല്ലാ മത്സ്യങ്ങളെയും ഇതിന്റെ അകത്ത് പോയാൽ കാണാൻ. ആദ്യം തന്നെ എന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താ നോക്കിയപ്പോ സംഗതി സാഡാണ്. ഒരുപാട് റോബോട്ടുകളൊക്കെ ഇതിന്റെ ഉള്ളിൽ വന്നാൽ കാണാൻ പറ്റൂട്ടോ. ഇതുകൊണ്ട് ആക്ഷൻ ഇട്ടിട്ട് ഞാൻ പിയാനോ വായിച്ചു തരുന്നതാണോ നോക്കിയാ. ഇന്നത്തെ ആധുനിക ടെക്നോളജി വെച്ചിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഈ ഒരു പണിയും പോകുന്നതാണ് കാണുന്നത്. ഇതുപോലെ ഇന്നത്തെ ഓരോ പുതിയ പുതിയ ടെക്നോളജിയാണ് ആദ്യം നമുക്ക് കാണാൻ പറ്റുക. മക്കൾക്ക് കളിക്കാനും കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയ ഒരുപാട് ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ട്. ഇതുപോലെ കടലിന്റെ അടിയിലുള്ള വർണ്ണ മനോഹരമായ ഒരുപാട് മത്സ്യങ്ങളൊക്കെ ഇവിടെ വന്നാൽ കാണാൻ പറ്റും. കുട്ടികൾക്ക് ഇവിടെ കയറാൻ എമൗണ്ട് ഇല്ല, എന്നാൽ വലിയ ആൾക്കാർക്ക് 150 വേണ്ടിയിരുന്നു. അത് ഇന്ന് മുതൽ 100 രൂപ മാത്രം മതി. മാത്രമല്ല എക്കോറിയത്തിൽ മീനുകൾക്കൊപ്പം കളിക്കുന്ന പൂച്ചകളും പാമ്പുകളുണ്ട്, കിളികളുണ്ട്, പിന്നെ കുട്ടികളൊക്കെ പറത്തിക്കുന്ന റോബോട്ടുകളുണ്ട്. ഇങ്ങനെ മനോഹരമായ കാണിച്ചതും കാണിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ. ഇതിനുള്ളിൽ തന്നെ നല്ല ഫുഡ് കോർട്ടും മറ്റു മാർക്കറ്റുകളും ഉണ്ട്. ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ബീച്ചിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രം IML.